ഗോലോകനാഥം നതപാരിജാതം ഗോഗോപഗോപീനയനാബ്ജസൂരം നാനാവിഭൂഷ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം. അഭിവന്ദിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമന്നാരായണീയം 1-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാവികൽപ്പാദികാലേ തസ്യാസം ശുദ്ധമംശം കമവിദമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. സന്ധി വിച്ഛേദം. നിർവ്യാപാരഃ അപി നിഷ്കാരണം അജ ഭജസേ യത് ക്രിയാം ഈക്ഷണാഖ്യാം തേന ഏവ ഉദേതി ലീനാ പ്രകൃതിഃ അസതി കൽപ്പാ അപി കൽപ്പാദികാലേ തസ്യാഹ സംശുദ്ധം അംശം കമപി തം അതിരോധായകം സത്വരൂപം സഹ ത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. ഭഗവാനെ സംബോധന ചെയ്യുകയാണ്. ഹേ അജ, അല്ലയോ ജന്മരഹിതനായ ഭഗവൻ. ഭഗവാന് ജനന ഇല്ല, അതുകൊണ്ട് തന്നെ ഷഡൂർമികൾ ഭഗവാനെ ബാധിക്കുന്നില്ല. ജായതേ, അസ്തി, വർദ്ധതേ, വിവരണമതേ, അപക്ഷീയതേ, വിനശ്യതി. ഇതാണ് ഷഡൂർമികൾ എന്ന് പറയുന്നത്. ഒന്നുണ്ടായാൽ അത് നാശത്തിലേക്ക്, ഉണ്ടായതിനെല്ലാം നാശമുണ്ട്, പോകുന്നു. പക്ഷെ ഭഗവാന് ജനനം ഇല്ല. ഭഗവാൻ നിത്യ സത്വ ശുദ്ധ സ്വരൂപമാണ്. ഭഗവാൻ ബ്രഹ്മസ്വരൂപനാണ്, എന്നും നിലനിൽക്കുന്ന ബ്രഹ്മസ്വരൂപനാണ് ഭഗവാൻ. ഹേ അജ ത്വം നിർവ്യാപാരഃ അപി, അങ്ങ് ഒരു ചേഷ്ടയുമില്ലാത്തവനാണെങ്കിലും എങ്ങും നിറഞ്ഞു നിൽക്കുന്നു എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ വർണ്ണിച്ചു. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന തത്വം എങ്ങോട്ടെങ്കിലും ചലിക്കുവാൻ സാധിക്കുമോ? അതിന് ഇല്ല. ഇല്ലാത്ത ഒരിടത്തേക്കല്ലേ അതിന് ക്രിയ ചെയ്യുവാൻ സാധിക്കുള്ളൂ. അപ്പോ അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് നിർവ്യാപാരനാണ് ഭഗവാൻ. എന്നാലും ഭഗവാൻ നിഷ്കാരണം, ഒരു കാരണവും കൂടാതെ ഈക്ഷണാഖ്യാം ക്രിയാം ഭജസേ യത്, ഈക്ഷണം എന്നു പേരായ ഒരു ക്രിയയെ ചെയ്യുന്നു എന്നത്, അല്ലെങ്കിൽ തേനയേവ അതിനാൽ തന്നെയാണ്, അസതി കൽപ്പ ഇല്ലാത്തതാണെന്ന് കൽപ്പിച്ചിരിക്കുന്നുവെങ്കിലും, അസതി കൽപ്പ അപി എങ്കിലും, ലീനാ പ്രകൃതി ഭഗവാനിൽ ലയിച്ചു കിടന്നിരുന്ന പ്രകൃതി മായ, കൽപ്പാദികാലേ കൽപ്പത്തിന്റെ ആദ്യത്തില്, ഉദേതി ഉയർത്തെഴുന്നേൽക്കുന്നത്, സ്വമഹിമ വിഭവാകുണ്ഠ തൻ്റെ ഉത്കർഷമായ ആ മഹിമയിൽ ഒന്നിലും കുണ്ഠതയില്ലാതെ ഇരിക്കുന്നവൻ, തൻ്റെ ആ ഏറ്റവും ഉത്കർഷമായ ആ മഹിമ കൊണ്ട് ഒരു തടസ്സവുമില്ലാതിരിക്കുന്നവനേ ഭഗവൻ. ഹേ ഭഗവൻ, ഹേ വൈകുണ്ഠ, വൈകുണ്ഠവാസിയായ ഭഗവൻ. വിഗതാ കുണ്ഠം വൈകുണ്ഠം, യാതൊരു ദുർവാസനകളും ഇല്ലാതിരിക്കുന്ന സ്ഥലം. ഇനി അങ്ങോട്ട് വർണ്ണിക്കും. മായായത്ര കഥാപി നോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹീന. മായയ്ക്ക് അവിടെ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല.
അങ്ങനെയുള്ള സ്ഥലം വൈകുണ്ഠം. ജീവജാലങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ വൈകുണ്ഠൻ. അങ്ങനെയുള്ള അങ്ങ് സഹത്വം, അപ്രകാരമുള്ള അങ്ങ് തസ്യാഹ, അതായത് ആ മായയുടെ, പ്രകൃതിയുടെ അതിരോധായകം, ഒന്നിനെയും മറയ്ക്കാത്തതും സംശുദ്ധം, പരിശുദ്ധമായതും ആയ സത്വരൂപം, ആ സത്വഗുണം എന്ന രൂപത്തിലുള്ള കമപി അംശം ധൃത്വ, ഒരു അംശത്തെ കൈക്കൊണ്ടിട്ട് രൂപം ദധാസി, രൂപത്തെ ധരിക്കുന്നു. തൊട്ടു മുമ്പിലത്തെ ശ്ലോകം എല്ലാവരും പഠിച്ചിരിക്കും. അതിൽ നിഷ്കളഹ, അങ്ങ് നിഷ്കളനാണ്, കലകളില്ലാത്തവനാണ് എന്ന് പറഞ്ഞു. ആ ഭഗവാൻ ഭക്തരോടുള്ള വാത്സല്യം കൊണ്ട് സഗുണ സാകാര രൂപം സ്വീകരിച്ചു വരുമ്പോ ഒരു രൂപത്തെ ധരിക്കുന്നു, സകളനായിത്തീരുന്നു. അതിപ്രകാരമാണെന്ന് പറയുകയാണ്. ഭഗവാൻ അജനാണ്, ജന്മരഹിതനാണ് ഭഗവാൻ. ഭഗവാന് യാതൊരു വ്യാപാരങ്ങളും ഇല്ല. എന്നാൽ മയ അധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം എന്ന് ഭഗവാൻ ഗീതയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ അധ്യക്ഷനായിരിക്കുന്നു, ഈ മായ എല്ലാം സൃഷ്ടിക്കുന്നു. ആ ഭഗവാൻ എപ്പോ ഭഗവാന് സൃഷ്ടി ചെയ്യണം എന്നൊരു വാഞ്ചയുണ്ടായിത്തീരുന്നു, അപ്പോ ഈക്ഷണാഖ്യാം ക്രിയാം ഭജസെ, ഈക്ഷണം എന്നു പേരായ ഒരു ക്രിയയെ, ഈക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്കറിയും നോട്ടം, ഒന്ന് നോക്കുന്നു. ഭഗവാൻ എവിടേക്ക് നോക്കുന്നു? തന്നിലേക്ക് തന്നെ നോക്കുന്നു. ഭഗവാൻ അല്ലാതെ ഒന്നുമില്ലല്ലോ. അപ്പോ ഭഗവാൻ തന്നിലേക്ക് തന്നെ നോക്കി ബഹുസ്യാം പ്രജായേയ, താൻ തന്നെ പലതായി തീരട്ടെ എന്നിങ്ങനെ അങ്ങ് ചിന്തിക്കുകയാണ്. ആ ക്ഷണത്തിൽ ഭഗവാനിലുള്ള ശക്തി ഇല്ലാത്തതായി തോന്നിയിരുന്നുവെങ്കിലും ലീന അഭി, ഭഗവാനിൽ ലയിച്ചിരിക്കുകയായിരുന്ന ആ പ്രകൃതി മായ കൽപ്പാദികാലേ ഉദേതി, കൽപ്പത്തിന്റെ ആദ്യ സമയത്ത് ഉണർന്ന് ഇതാ സ്വമഹിമ വിഭവാകുണ്ഠ, തൻ്റെ ആ ഉത്കൃഷ്ടമായ മഹിമയിൽ ഒന്നിലും തടസ്സമില്ലാത്തവനായി വർത്തിക്കുന്ന ഹേ പ്രഭോ, അങ്ങയുടെ, അങ്ങ്, ഹേ വൈകുണ്ഠ, അങ്ങ് തസ്യാഹ അതിരോധായകം സംശുദ്ധം സത്വരൂപം, മായ ഉണർന്ന് എഴുന്നേൽക്കുമ്പോ ശക്തി മാറിയിട്ട് ഭഗവാൻ അതിൽ പ്രതിബിംബിക്കുകയാണ്. അതായത് ആ മായയുടെ ഏറ്റവും ശുദ്ധമായിരിക്കുന്ന അംശമായ സത്വഗുണത്തെ ആശ്രയിച്ചിട്ട് രൂപം ദധാസി, ദാ പല രൂപങ്ങൾ കൈക്കൊള്ളുന്നു. ഭഗവാന്റെ ഓരോ അവതാരങ്ങളും ഇപ്രകാരം സത്വഗുണത്തിൽ അധിഷ്ഠിതമാണ്. സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും കൊണ്ടാണ് ഈ പ്രകൃതി ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ തമോ ഗുണവും രജോ ഗുണവും ഭഗവാനെ ബാധിക്കുന്നതേയില്ല. ശുദ്ധമായ സത്വസ്വരൂപനാണ് ഭഗവാൻ. അത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്, ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. ഈ ഭഗവാന്റെ സത്വഗുണം നേടുവാനാണ്, നമ്മിലുമുണ്ട് ഈ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും, നമ്മിലെ സത്വഗുണം വർദ്ധിക്കുവാനാണ് സത്സംഗങ്ങളെല്ലാം തന്നെ. ഈ എളിയ ക്ലാസ് ഭക്തജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും വിലയേറിയ നിർദ്ദേശങ്ങൾ തന്നും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.